പൊന്നാനി സ്വദേശിയായിട്ടുള്ള യുവതിയുടെ ആരോപണമാണ് ഇന്നിപ്പോൾ മുൻ എസ് പി സുജിത് ദാസ്, ഒപ്പം ഡിവൈഎസ്പി വി വി ബെന്നി, CI വിനോദ് എന്നിവർക്കെതിരെ ഗുരുതരമായി ഉയർന്നത്. ബലാത്സംഗം ചെയ്തു, അത് പലതവണ പോലീസ് ഉദ്യോഗസ്ഥർ ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ്. പരാതിയുമായി എത്തി, തന്റെ പരാതി ഗൗനിച്ചില്ല, മാനിക്കുന്നില്ല എന്നുള്ള പരാതിയാണ് അവർ പങ്കുവെക്കുന്നത്. എന്നാലും ഇനിയിപ്പോൾ രണ്ടുപേരും നമ്മളൊപ്പം തുടരുന്നുണ്ട്, അനുമോദും ഒപ്പം വിനേഷ് കുമാറും. വിനേഷ്, ഈ ഡിവൈഎസ്പി വി വി ബെന്നി ഉന്നയിക്കുന്ന ആരോപണം അത് ഗുരുതരമാണ്. ഈ അത്തരത്തിലൊരു മുട്ടിൽ മലമുറി കേസ് അന്വേഷിച്ചതിന്റെ പേരിൽ തുടർച്ചയായി തേജോവധം ചെയ്യപ്പെടുക, DGPയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടാവുക, പക്ഷേ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ DGP ആവശ്യപ്പെടുന്നു. അല്ലാത്ത പക്ഷം ഞാൻ മാറിയേനെ എന്നാണ് തൊട്ടുമുമ്പ് വി വി ബെന്നി നമ്മോട് പ്രതികരിച്ചത്. അങ്ങനെയെങ്കിൽ ഒരു ഉന്നത പോലീസ് ബന്ധത്തിലിരിക്കുന്ന, ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ ഇത്തരത്തിലുള്ള തേജോവധങ്ങളെ നേരിടുക പ്രയാസകരമാണോ? എൽദോ, നമ്മുടെ പോലീസിനകത്ത് പുഴുക്കുത്തുകളുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അത് കേരളത്തിൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു. അൻവറിന്റെ നീക്കങ്ങൾ ഏതെങ്കിലും വ്യക്തിവിരോധമാണോ പ്രതികാരമാണോ എന്നൊക്കെ അവിടെ മാറ്റി നിർത്താം നമുക്ക്. പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോവുക എന്നുള്ളതുള്ളൂ. ഒരു പക്ഷേ ഈ പി ശശിയെ മാത്രമല്ല, മുഖ്യമന്ത്രിയെ കൂടി ലക്ഷ്യം വെക്കുന്ന ഒരു സംഘം, ഒരു ലോബി ഇതിന് പിന്നിലുണ്ട് എന്നുള്ള CPM-നകത്ത് തന്നെ അത്തരത്തിലുള്ള ചർച്ചകൾ സജീവമാവുന്ന ഒരു കാലം കൂടിയാണിത്. എന്തായാലും ഇപ്പോൾ പോലീസിലെ ഉന്നതരായ, അതായത് പ്രത്യേകിച്ച് മലപ്പുറത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥരെയാണ് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. നമുക്കറിയാം, ആദ്യം മരമുറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശശിധരനെതിരെയാണ് നീക്കങ്ങൾ ഉണ്ടായത്. ശശിധരനെതിരെ നമുക്കറിയാം ആദ്യം നീക്കങ്ങൾ, പിന്നീട് ശശിധരന്റെ നീക്കങ്ങളെല്ലാം തന്നെ ശശിധരനുള്ള നീക്കം ഈ സുജിത് ദാസിലേക്ക് മാറുകയാണ് ഉണ്ടായത്. എന്നാൽ ഇപ്പോഴാണ് ഇങ്ങനെയൊരു വെളിപ്പെടുത്തലുമായി യുവതി വരുന്നത്. അത് കൃത്യമായി തന്നെ അൻവർ പ്ലാൻ ചെയ്തതാണ് എന്ന് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നത്. കാരണം ഇങ്ങനെയൊരു കേസ് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഇനിയിപ്പോൾ ഇത്തരത്തിൽ ഈ ഉദ്യോഗസ്ഥരെ, കാരണം ഇതിൽ മറ്റുള്ള ഇടപെടലുകളും അഴിമതിയോ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള ലൈംഗിക പീഡന കേസുകളുമായി മുന്നോട്ട് പോകുക, അതുമായി ഇതിനെ കണക്ട് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യം ഉണ്ട്. ഇത് വ്യാജ കേസാണോ സംഭവിച്ചതാണോ എന്നുള്ള കാര്യത്തിലൊന്നും നമുക്കിപ്പോൾ ഒരു ഉറപ്പും പറയാൻ കഴിയില്ല. എന്തായാലും ഇതിലൊരു മുട്ടിൽ ഇഫക്റ്റ് ഉണ്ട്, മുട്ടിൽ മരമുറിയുടെ ഇഫക്റ്റ് ഈ കേസിലുണ്ട് എന്നുള്ളത് തന്നെയാണ് വി വി ബെന്നി വ്യക്തമാക്കുന്നത്. കാരണം ഇതിലേക്ക് തന്നെ വലിച്ചഴിക്കുക. ആദ്യം താനൂർ കസ്റ്റഡി കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നെങ്കിൽ അതിൽ ഈ വി വി ബെന്നിയെ അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ളൊരു നീക്കം ഈ ഉടമകളുടെ ഭാഗത്ത് നിന്ന്, അതായത് ഈ മുട്ടിൽ മരമുറി സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത് പൊളിയുകയും അത് അവരുടെ മാധ്യമത്തിലൂടെ അത്തരത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന് നേരെ അയാളെ കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വാർത്തകൾ വരികയും ചെയ്തതാണ്. നമുക്ക് അതിനുശേഷമാണ് ഇപ്പോൾ ഇങ്ങനെയൊരു കേസ് കൂടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും യുവതി പറഞ്ഞിരിക്കുന്നത്, കാരണം ഇരയുടെ മൊഴി തന്നെയാണ് പ്രധാനം. അതിനപ്പുറത്തേക്ക് ഉള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരായതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇതിനകത്ത് ഉണ്ടാവും ചെയ്യും. എന്തായാലും വി വി ബെന്നി പറയുന്നത് ഈ സ്ത്രീയെ കണ്ടിട്ട് പോലും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് എനിക്ക്. കാരണം അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പക്ഷേ കാണാനില്ല. സാധാരണ ഇത്തരത്തിലുള്ള കേസുകളെല്ലാം തന്നെ CI അല്ലെങ്കിൽ SI CI ലെവലുള്ള ആളുകൾ അന്വേഷിച്ച് എന്നിട്ടും അത് മുന്നോട്ട് പോയില്ലെങ്കിൽ, അതിൽ പ്രശ്നങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ അതിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടാവുകയും ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു DYSP തലത്തിലേക്കുള്ള ഒരു അന്വേഷണം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ കേസിനെ കുറിച്ച് കൃത്യമായ ഓർമ്മയില്ല എന്ന് തന്നെയാണ് വി വി ബെന്നി പറയുന്നത്. ഒപ്പം തന്നെ ഇതിൽ ക്രിമിനലായും സിവിലായുമുള്ള കേസുകളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെ ഈ ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്. അത് സുജിത് ദാസും ഇത് തന്നെയാണ് പറയുന്നത്. നമുക്കറിയാം, മുട്ടിൽ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളം കണ്ട ഏറ്റവും വലിയ ഈട്ടിക്കൊള്ളയാണ്. അതിൽ പ്രധാനമായും മൂന്ന് ആളുകളാണുള്ളത്. ഒന്ന് ആൻഡോ അഗസ്റ്റിനും, മറ്റൊന്ന് റോജി അഗസ്റ്റിനും, ഇനിയൊന്ന് ഈ പറയുന്ന ഇയാളുടെ മറ്റൊരു സഹോദരനായ ജോസുകുട്ടി അഗസ്റ്റിനുമാണ്. ഇങ്ങനെ 3 പേരാണ് ഇതിൻ്റെ പിന്നിൽ നീക്കങ്ങൾ നടത്തിയിട്ടുള്ളത്. അതിൽ ഇതുവരെ 6 കുറ്റപത്രങ്ങൾ ഇതിനകം തന്നെ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ബാക്കി 44 കുറ്റപത്രങ്ങളുണ്ട്. 44 കേസുകളാണ് പോലീസ് എടുത്തിട്ടുള്ളത്. 52 കേസുകൾ വനം വകുപ്പ് എടുത്തിട്ടുണ്ട്. റവന്യൂ കേസുകൾ വേറെയുമുണ്ട്. ഇത്തരത്തിൽ നിരവധി കേസുകൾ കൊണ്ട് ഈ കേസുകളെല്ലാം തന്നെ കോടതിയിലെത്തുകയും ഇപ്പോൾ തന്നെ അവർക്ക് ഈ കേസുകൾ കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. അതായത് അത്രയും കോടതി കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസുകളിൽ നിന്ന് ഇത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരെ അസ്ഥിരപ്പെടുത്തുക, അല്ലെങ്കിൽ അവരെ ഇതിൽ നിന്ന് ഒഴിവാക്കുക. കാരണം അവർ മനം മടുത്തതിൽ നിന്ന് മാറേണ്ടതുണ്ട്. അങ്ങനെയാണ് ഈ ബെന്നിയുടെ ആദ്യ കേസിൽ, ഈ താനൂർ കേസിലൊക്കെ സംഭവിച്ചത്. അതാണ് ബെന്നി, എനിക്കിതിൽ താല്പര്യമില്ല, കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല, തനിക്ക് വലിയ രീതിയിലുള്ള ഭീഷണിയും സമ്മർദ്ദവും വരുന്നു എന്ന് DGP അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അറിയിച്ചിരുന്നു അദ്ദേഹം. പക്ഷേ ഈ കേസ് വളരെ കൃത്യമായി തന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത അദ്ദേഹമാണ് കൃത്യമായി അന്വേഷിക്കുകയും പ്രതികളിൽ 3 പേർക്കും ഇതിൽ കൃത്യമായി പങ്കുണ്ടെന്ന് തെളിയിക്കുന്ന അതാണ് അദ്ദേഹം നൽകിയിരിക്കുന്ന കുറ്റപത്രം എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇനി അടുത്ത കുറ്റപത്രങ്ങളെല്ലാം തന്നെയും ബാക്കിയുള്ള കുറ്റപത്രങ്ങൾ പോലീസും അതുപോലെ തന്നെ വനം വകുപ്പും ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതികൾ കുരുങ്ങും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സ്വാഭാവികമായും
ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ ഏതെങ്കിലും തരത്തിൽ അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുക, അതിന് ഏത് വളഞ്ഞ വഴിയും അവർ ഉപയോഗിക്കും. നമുക്കറിയാം അവരുടെ കഴിഞ്ഞ കാലങ്ങളിലെ തട്ടിപ്പുകളെല്ലാം പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാവും. ഒരുപക്ഷേ ഈ PV അൻവർ, പോലീസ് കരുതുന്നത് ഇങ്ങനെയാണ്, ഒരുപക്ഷേ ഈ PV അൻവറും ഇവരുമായുള്ള ഒരു ഗൂഢാലോചന നടത്തുന്നതിൻ്റെ ഭാഗമായിരിക്കണം VV ബെന്നിയെ കുടുക്കിയിട്ടുണ്ടാവുക എന്ന് തന്നെയാണ് ഈ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായും ഒരു ഫേക്ക് കേസാണ് എന്ന് തന്നെ പോലീസ് പറയുന്നു. അവരിതിൻ്റെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും. സിവിലായും ക്രിമിനലായും കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. എന്തായാലും നമുക്കറിയാം മുട്ടിൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ കേരളം കണ്ട ഏറ്റവും വലിയ ഈട്ടിക്കൊള്ള കേസിലെ പ്രതികളാണ് ഇവർ. ആ പ്രതികൾ നടത്തുന്ന മാധ്യമങ്ങളിലൂടെ വളരെ മോശമായി തന്നെ അതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്ന ഒരു കാര്യം. എന്തായാലും അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരേണ്ടതുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ സ്ത്രീയെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് VV ബെന്നിക്ക് ബന്ധമില്ല എന്നൊന്നും നമുക്കങ്ങനെ സ്ഥാപിക്കാൻ കഴിയില്ല. അങ്ങനെ ഉണ്ടോ എന്നുള്ളത് അന്വേഷിച്ച് പുറത്തു വരേണ്ട കാര്യമാണ്. ഇപ്പോൾ നമ്മൾ തൽക്കാലം ഇര പറയുന്നത് മാത്രമാണ് വിശ്വസിക്കേണ്ടത്. നമ്മുടെ നിയമം അങ്ങനെയാണ്. പക്ഷേ ഇതിന് പിന്നിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത്തരത്തിൽ വലിയൊരു ഗൂഢാലോചനയും കൃത്യമായി തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരെയും ഈ കേസുമായി മുന്നോട്ട് പോകുന്നവരെയും ലക്ഷ്യം വെക്കുന്ന ഒരു മാഫിയ തന്നെ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.